എൻ്റെ അമ്മോ എന്താ സഞ്ജ? എന്താ സംഭവം എന്നറിയാം? കാലിഫോർണിയയിൽ നടക്കുന്ന വൈൽഡ് ഫയർ ആണ്. ഒരു ബേബി ജെൻഡർ റിവീലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. നമസ്കാരം ഗൈസ്, സഞ്ജയ് റിയ. ഒരു സെക്കൻഡ്. നമസ്കാരം ഗൈസ്, സഞ്ജയ് റിയ ഹിയർ. വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പതിവ് എക്സ്ക്യൂസസ് ഒക്കെ തന്നെയാണ്. ഇവിടെ കൊറോണയാണ്, അതുകൊണ്ട് യാത്രകളില്ല, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്ത. ഞങ്ങൾ ബുക്കൊക്കെ വായിച്ച് സിനിമ എടുക്കാണ്ട് വീട്ടിൽ തന്നെ കൂടിയേക്കാണ്. എന്താ പരിപാടി? വ്ളോഗ് ചെയ്യാന്നാണ് എന്താണ് ടോപ്പിക്? ടോപ്പിക് ഒന്നുമില്ല. എന്താ നമ്മുടെ പ്ലാൻ? എന്താ? ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് ഇപ്പോഴാ വൈകുന്നേരം. എങ്കിൽ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗ് സെറ്റാക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയേക്കാണ്. സോ ഞങ്ങൾക്ക് പാല് അങ്ങനെ 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ബാ. ചെറുതായിട്ട് ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സമ്മറൊക്കെ വന്നതും പോയതും ഒക്കെ കൊറോണയുടെ ഇടയ്ക്കായിപ്പോയി. ഇപ്പോൾ ചെറിയൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഇലകളുടെ കളറൊക്കെ മാറുമായിരിക്കും. സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ഡേയുടെ ലെങ്ത്ത് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ 9 മണിക്കൊക്കെയാണ് സൺസെറ്റ് ഉണ്ടാവാറ്. ഇപ്പോൾ വിൻ്ററിലോട്ടൊക്കെ നമ്മളിങ്ങനെ ഫോളിലോട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നേരത്തെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിൻ്ററിലൊക്കെ ഏകദേശം 6 മണി ആകുമ്പോഴേക്കും ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രോസറി പോയിട്ട് പാല് വാങ്ങിക്കാം. എൻ്റെ സഞ്ജ, സത്യമായിട്ടും നമ്മൾ ഗ്രോസറി പോയി പാല് മേടിക്കുന്ന വ്ളോഗാണ് എടുക്കാൻ പോകുന്നേ. വേറെ ചെയ്യാനല്ല, കണ്ടന്റ് ദാരിദ്ര്യമാണ്. വേറെ എന്താ പറയുക, എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഓൾമോസ്റ്റ് 100 മെസ്സേജിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് വ്ളോഗൊന്നും ഇല്ലാത്ത, എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്. നമ്മളിത് ചെയ്യാണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് വ്ളോഗ് ചെയ്യണ അവർ മിസ് ചെയ്യണതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ നമ്മളെ മറന്നു പോകും. എന്നാലും നമ്മുടെ ചാനലിലെ എല്ലാം നല്ല വീഡിയോസും എല്ലാം ക്വാളിറ്റി വീഡിയോസ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാല് മേടിക്കുന്ന വീഡിയോ ആണ് ഇടാൻ പോണത്. എങ്കിൽ നീക്ക് ഡ്രോൺ തന്നെ വാങ്ങിച്ച സഞ്ജ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഡ്രോൺ ഇടും? ഡ്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വ്ളോഗ് കുറച്ചും കൂടി എലവേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടാനും പറ്റും. മാത്രം അടുത്ത അച്ഛൻ്റെ പിറന്നാളാണ്, ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണ സെറ്റൊക്കെ. എൻ്റെ സഞ്ജു, ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയെടുക്കണം. നിന്നെ കണ്ടുവേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടല്ല 2 ആഴ്ചയായിട്ട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങ് വന്നേ, കാണിച്ചേ. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അൺബോക്സിംഗ് ഒക്കെ വീട്ടിൽ പോയിട്ട്. എൻ്റെ സഞ്ജു, ഞാൻ ഇപ്പോൾ ഡ്രോണൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാന്ന് വെച്ചപ്പോഴാണ് പ്രിയാമ്മയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രോണൊക്കെ വാങ്ങിച്ചു തന്നതല്ലേ, പാവത്തിനൊരു ബർഗർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബർഗർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തു. അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകണമാണ്. പോയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് 1 മിനിറ്റ് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു എക്സിറ്റ് മാറി ഇറങ്ങി. ഇപ്പോൾ എന്താ പറയുക, 9 മിനിറ്റ് എക്സ്ട്രാ ഓടിച്ചത് ഇപ്പോൾ എത്താറായി. 3 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. ഇനി എക്സിറ്റ് മാറില്ല കേട്ടോ, ഇനി സൂക്ഷിച്ചൊക്കെ വേണം. നിങ്ങളുടെ എക്സിറ്റ് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപേക്ഷിക്കാം. ഇന്ന് ബർഗർ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കാന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ എത്താൻ പോവാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സിറ്റൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സീനാണ്. നമ്മൾ ഇതുപോലെ 1.5-2 മൈൽ എക്സ്ട്രാ ഓടി കറങ്ങിയിട്ടൊക്കെ ചില സമയത്ത് ന്യൂജേഴ്സി ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ പണ്ട് വരണ ഒരു സെലിബ്രിറ്റിയും കൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചാണ്. റസൂൽ പൂക്കുട്ടിയും കൊണ്ട് സിറ്റിയിൽ വിളിക്കാൻ എന്താണ് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാനെ കൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോയിട്ട് ഒരു എക്സിറ്റ് മാറിപ്പോയിട്ട് ന്യൂ ജേഴ്സി ഒക്കെ ഇറക്കി കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 15 മൈൽ എക്സ്ട്രാ ഓടിച്ച് ആ കാണാനാണ് ന്യൂ ജേഴ്സി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കഥകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിട്ട് ബർഗർ കഴിക്കട്ടെ.
സോ ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളിൽ ഏറ്റവും ഇപ്പോൾ ബർഗർ കിങ് ഉണ്ട്, മെക്ഡൊണാൾഡ്സ് ഉണ്ട്. പക്ഷേ മെക്ഡൊണാൾഡ്സിൽ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഇല്ല. ബർഗർ കിങ്ങിൽ വെജി ബർഗർ ഉണ്ട്, പിന്നെ KFCയിലൊന്നും വെജിറ്റേറിയൻസിനില്ല, വെൻഡീസിലില്ല. അപ്പം ഞങ്ങൾക്ക് ആകെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളത് ഷേക്ക് ഷാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. സോ അവർ ഷ്രൂം ബർഗറാണിത്. മഷ്റൂമാണ്, മഷ്റൂമിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഭയങ്കര ക്രിസ്പിയാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ കഴിക്കാൻ ഭയങ്കര. പക്ഷേ ഇപ്പം നമ്മൾ ഈ ചുറ്റിക്കറങ്ങിയൊക്കെ വന്നുകൊണ്ട് ഇച്ചിരി ചൂടാറിയിട്ടുണ്ടോ. കഴിച്ചു നോക്കാവേ. കുഞ്ഞാണേ ബാക്കിയുള്ള ഇതിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കടയിൽ പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ പുതിയ ഡ്രോണായിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കാണ്. നിങ്ങൾക്ക് ചുമ്മാ ഒരു അൺബോക്സിങ് ഞാൻ കാണിച്ച സംഭവത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞാൽ DJI Mavic Air 2 ആണ്. ഇത് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 മാസമായി. പക്ഷേ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. ഇത് Mavic Air 2-ൻ്റെ തന്നെ ഫ്ലൈ മോർ കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കേജാണ്. അപ്പോൾ ഇതിൻ്റെ സാധാരണ നമ്മൾ ഡ്രോൺ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഡ്രോണും പ്രൊപ്പലറും എന്താ പറയുക റിമോട്ട് കൺട്രോളും മാത്രം വരാറുള്ളൂ. ഇത് അതിൻ്റെ കൂടാതെ ഒരു ട്രാവൽ ബാഗ് വരുന്നുണ്ട്, ആക്ച്വൽ ഡ്രോൺ ഉണ്ട്, റിമോട്ട് കൺട്രോൾ ഉണ്ട്, 3 RC കേബിൾ ഉണ്ട്, 3 ബാറ്ററി ഉണ്ട്, പിന്നെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്, AC പവർ കേബിൾ ഉണ്ട്, പ്രൊപ്പലർ 6 ഉണ്ട്, ഒരു ചാർജിങ് ഹബ്ബ് ഉണ്ട്, ഒരേ സമയം തന്നെ 3 ബാറ്ററി വെച്ച് ചാർജ് ചെയ്യുന്ന ഒരു ഹബ്ബ് ഉണ്ട്, പിന്നെ ബാറ്ററി ടു പവർ ബാങ്ക് അഡാപ്റ്റർ. എനിക്ക് തോന്നുന്നു നമുക്ക് തിരിച്ച് ഡ്രോൺ വെച്ച് നമുക്ക് വേണമെങ്കിൽ ബാക്കി ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെറ്റപ്പ് അതുണ്ട്. പിന്നെ ND ഫിൽറ്റർ സെറ്റ് ഉണ്ട്, 3 ND ഫിൽറ്ററുകളുണ്ട്, USB കേബിൾ ഉണ്ട്, ഒരു കൺട്രോൾ സ്റ്റിക്ക് 2 കൂട്ടിയുണ്ട്. ഇത്ര പേര് സാധനങ്ങളാണ് ഇതിന്റെ കൂടെ മാത്രമല്ല. എന്താ പറയാ, നമ്മളെ മാവിക് Pro 1ഉം Pro 2ഉം ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് സഞ്ജയൻ മാവിക് എയർ വാങ്ങിയേ? നമുക്ക് ഓൾറെഡി ഡ്രോൺ ഉണ്ട്. നിങ്ങൾ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഡ്രോൺ ഉണ്ട്. DJI Mavic Pro ആണ്. 2016 വാങ്ങിച്ചൊരു ഡ്രോൺ ആണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് ഒക്കെ തന്നെയാണ് അതിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ സാധനം നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്തോ സംഭവിച്ചു. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്താണോ എന്താണോന്ന് അറിയില്ല. അതിൻ്റെ ഗിംബൽ വർക്ക് ചെയ്യണില്ല. അപ്പോൾ സാധനം ഫിക്സ് ചെയ്യാൻ കൊടുക്കണം. അത് ഇപ്പോൾ കൊറോണ ചെയ്താണ്. ഇപ്പോൾ ഫിക്സ് ചെയ്യാൻ കൊടുത്ത് 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഡ്രോൺ കിട്ടണേ എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അത് ഫിക്സ് ചെയ്തിട്ട് മറിച്ചിരിക്കാനാണ് ഇപ്പോൾ തൽക്കാലത്ത് എൻ്റെ പ്ലാൻ. പിന്നെ Mavic Pro 2 ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. എന്താ പറയുക, 9 മാസം മുമ്പ് Mavic 2 Pro ഇറങ്ങിയായിരുന്നു. പക്ഷേ നമ്മൾ ഡ്രോൺ പറത്തുന്നതിൻ്റെ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഡ്രോൺ പണ്ടൊക്കെയാണെങ്കിൽ കുറേയൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഡ്രോൺ ഷോട്ട്സ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ പലരും ഞാൻ ചോദിക്കുന്നത് ഡ്രോൺ ഷോട്ട്സ് ഒന്നും ഇപ്പോൾ വരാറില്ലല്ലോ എന്നാണ് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്രോൺ സെറ്റപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. നമുക്ക് ഇതിൻ്റെ പഴയ Mavic Proയുടെ കൺട്രോളർ കണ്ടിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഫോൺ വെച്ച് വയറിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വലിച്ച്, പിന്നെ ഇതിൻ്റെ അപ്പർച്ചറും എന്താ പറയുക വൈറ്റ് ബാലൻസും ഷട്ടർ സ്പീഡും എല്ലാം കൂടി ഫിക്സ് ചെയ്ത്, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഫോക്കസും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഷോട്ടൊന്നും എനിക്ക് മിസ്സായി പോകും. അല്ലെങ്കിൽ നമുക്ക് അത്ര ട്രാവൽ ചെയ്യണതിൻ്റെക്ക് ഇത്രയും സാധനം സെറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ക്വാളിറ്റി കുറച്ച് സാക്രിഫൈസ് ചെയ്താലും എന്താ പറയുക കൺവീനിയൻസ് ഒരുപാട് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഡ്രോൺ വാങ്ങിച്ചത്. ആക്ച്വലി ഇത് 4K 60 ഉണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി 4K 60 frames per second നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. 1080p ഫുൾ HD 240 frames per second. അപ്പോൾ അൾട്രാ സ്ലോ മോഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും ഇത് വെച്ചിട്ട്. പക്ഷെ മറ്റേതിനാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. 4K ആണെങ്കിൽ 24 frames per second, 1080p ആണെങ്കിൽ 60 frames per second പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും അത് പറ്റില്ല. പക്ഷെ അതിന് പിക്ചർ ക്വാളിറ്റി കുറച്ചുകൂടി നല്ലതാണ് Mavic Pro 2. മാത്രമല്ല ഇതിനാണെങ്കിൽ അതിൻ്റെ പാതി വിലയുള്ളൂ. ഇപ്പോൾ ഇത്രയും പാക്കേജായിട്ട് വരുന്ന 2 ഡ്രോൺ വാങ്ങിക്കണം. അതിൻ്റെ ഒരു Mavic Pro 2 വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 1 inch സെൻസറിൻ്റെ വലിയ അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിയ ഈ സാധനം ഞാൻ വാങ്ങിച്ചത്. Mavic Pro 2 കൂടെയാണ് Mavic Air 2 വാങ്ങിച്ചത്. നമുക്ക് തുറക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് പാക്കേജ് പോയി തുറക്കാം. ഞാൻ ഓൾറെഡി സ്റ്റിക്കറൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. ഇവിടെ തന്നെ ഒരു അടിപൊളി ലെതർ ബാഗാണ് ഇരിക്കണത്. ബാറ്ററി ഉള്ള സ്ഥലം വെയിറ്റാണ്. ഇതിനകത്ത് നമുക്ക് സാധനമൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മൊത്തം സാധനം സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. ബാറ്ററി നമ്പർ 1, ബാറ്ററി നമ്പർ 2,
സാധാരണ നമ്മളാണെങ്കിൽ മറ്റൊരു ബാറ്ററി കിട്ടാറുള്ളൂ. ഇതിനാണ് 27 മിനിറ്റാണ് എന്താ പറയുക ഫ്ലൈറ്റ് ടൈം പറയണത്. പഴയ മാപ്പിൽ 21 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 27 മിനിറ്റ് പറയാൻ നമുക്ക് 25-22 മിനിറ്റ് വരെ നമുക്ക് ഫ്ലൈറ്റ് ടൈം കിട്ടും. 3 ബാറ്ററി ഉണ്ട്, നമുക്ക് 27 × 3 ഇത്രയും നമുക്ക് സമയം കിട്ടണം. പിന്നെ 1.5 മണിക്കൂർ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ചാർജിങ് കേബിൾ ഉണ്ട്. ഇത് ND ഫിൽറ്ററിൻ്റെ സെറ്റാണ്. 3 ND ഫിൽറ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്നത്, ഓരോരോ റേഞ്ചിലുള്ളത്. ഇത് പ്രൊപ്പല്ലറുകൾ 6 ഉണ്ടെന്ന് പറയാം, 6 പ്രൊപ്പല്ലർ. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ പുതിയ ഡ്രോൺ. സൗണ്ട് കുറവാണെന്നും കൂടി ഞാൻ പറഞ്ഞ് കണ്ടായിരുന്നു. അതൊക്കെ പറത്തി നോക്കിയിട്ട് ഞാൻ കൂടുതൽ റിവ്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ Dji Mavic Air 2. ഇപ്പം ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് ഒരു സിന്തറ്റിക് ലെതർ പോലത്തെ ഒരു പാക്കേജാണ്. എനിക്ക് വാട്ടർ പ്രൂഫാന്ന് തോന്നുന്നു. ഇപ്പോൾ വേറെ ബാഗ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പഴയ ഡ്രോൺ വാങ്ങിച്ചിട്ട് ഒരു ബാഗ് വാങ്ങിച്ചു, എക്സ്ട്രാ ഒരു വാട്ടർ പ്രൂഫ് ഒരു പെട്ടി വരണം വാങ്ങിച്ചു, എക്സ്ട്രാ ഒരു ബാറ്ററി വാങ്ങിച്ചു, പിന്നെ എന്താണ് ND ഫിൽറ്ററിൻ്റെ സെറ്റ് വരണം വാങ്ങിച്ചു. ഇതെല്ലാം കൂടി കൂടിയിട്ടൊരു $300-400 എക്സ്ട്രാ നമുക്ക് ചിലവാക്കിയിട്ടുണ്ട്. ഇത് ഈ പാക്കറ്റ് കൂടെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി ഡീലാണ്. ഇതാണ് എല്ലാം കൂടി ചാർജ് ചെയ്യണ പോർട്ട്. ഇത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഭയങ്കര സൈസ്. ഇത്ര സാധനം ഈ കുട്ടി ബാഗിൽ നല്ല ഈസി ആയിട്ട് ഒതുങ്ങുന്നതാണ്. നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ എളുപ്പമായി. ഇപ്പോൾ ക്യാമറ എടുക്കണ്ട, ഡ്രോൺ മാത്രം കൊണ്ടുപോകണം. ഈ സാധനം ഇങ്ങനെ ഷോൾഡർ ബാഗ് പോലെ ഈസി ആയിട്ട് കിടന്നോളൂ. ഇതാണ് നമ്മുടെ പഴയ ഡ്രോൺ. ഇപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഗ്രേ ആണ്. റിയ ഇത് അൺപാക്ക് ചെയ്തപ്പോൾ പറയണ്ടായിരുന്നു ഇത് കുറച്ചുകൂടി പോലീസുകാരുടെ ലുക്കാണെന്ന് പറയണ്ടായിരുന്നു. ഇത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എനിക്കിന് വലുപ്പം കൂടുതൽ തോന്നുന്നുണ്ട്. അതിന് വലുപ്പം കൂടുതലാണ്. ഇതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം. വെയിറ്റും നല്ല വ്യത്യാസമുണ്ട്. ഇതിനേക്കാളും വെയിറ്റ് കൂടുതലാണ്. പക്ഷേ ഇതിനേക്കാളും ഫീച്ചർ റിച്ച് ഇതാണ്. കുറച്ചും കൂടി എന്താ പറയുക പുതിയ ഫേംവെയർ ഒക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചറുകളൊക്കെ ഉണ്ട്. ആക്റ്റീവ് ട്രാക്കിൻ്റെ ഒക്കെ 3rd വേർഷൻ എന്താണ്ടൊക്കെയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാറ്റത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാവും നോക്കണം. അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ വേറെ പ്രത്യേകത ഇതിൻ്റെ ബാക്കിൽ സെൻസർ ഉണ്ട്. ഇത് പഴയ മോഡലിന് ബാക്കിൽ സെൻസർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ഫ്രണ്ടിൽ 2 സെൻസർ, ബാക്കിൽ 2 സെൻസർ, അടിയിൽ 3 സെൻസർ അടിയിലും ഉണ്ട്. ഇനി കൺട്രോൾ കൂടി ഒന്ന് കാണിക്കാവോ? ഓക്കെ, കൺട്രോളർ അത് കാണിക്കാൻ വിട്ടുമായിരുന്നു. ഇതാണ് പഴയ കൺട്രോളർ. ഒരു സെക്കൻഡ്. പുതിയ കൺട്രോളർ ഭയങ്കര വലുതാണ് ആക്ച്വലി. പഴയ കൺട്രോളറിൻ്റെ ഡബിൾ ഇരട്ടി ഉണ്ട് പുതിയ കൺട്രോളർ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് അവർ കൂടുതൽ സാധനങ്ങൾ വച്ച് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് റിമോട്ട് കൺട്രോളർ ടെക്നോളജി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഇതിൻ്റെ. ഇതാണ് പുതിയ കൺട്രോളർ, ഇതാണ് പഴയ കൺട്രോളർ. ഈ പഴയ കൺട്രോളറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സാധനം തുറന്നു വെക്കണം. എന്നിട്ട് ഇത് ഒരു വിയേഡായിട്ടൊരു ആംഗിൾ വെച്ചാണ് ഏറ്റവും നല്ല എന്താണ് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്നതാണ് അവർ പറഞ്ഞത്. അത് ഏത് ആംഗിളാണെന്ന് ഇത്ര യൂസ് ചെയ്തിട്ട് 3 വർഷമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മിക്കവാറും ഓൺ ദ ഫ്ലൈറ്റ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഡിസ്കണക്ട് എന്നൊരു കാണിക്കും. നമ്മൾ സാധനം പറത്തിയിട്ട് താഴെ നിന്ന് ലാൻഡ് ചെയ്തിട്ട് ഈ ഷോ ആയ പോലെ. അപ്പോൾ അത് കാരണം ഡിസ്കണക്ഷൻ്റെ ഒരുപാട് എറർ വരാറുണ്ട്. പിന്നെ ഇതിലിങ്ങനെ താഴേക്കും തുറക്കണം. എന്നിട്ട് നമ്മൾ ഫോൺ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽക്കോട്ട് വയർ വളച്ച് ഈ ഗ്യാപ്പിൽ കൂടെ എടുത്ത് വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പിടിക്കും 5-6 മിനിറ്റ്. അപ്പോൾ ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ അതെനിക്ക് എപ്പോഴും തലവേദനയായിരുന്നു. പുതിയ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തന്നെ കണ്ട ഒരു സ്ലൈഡ് ചെയ്യണ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ് പൊക്കിയേണ്ടി വെച്ചാൽ മതി. ഇതിനകത്തൊരു ഫോൺ വയ്ക്കാം. വയറും ഇതിൻ്റെ അകത്ത് തന്നെ വച്ചിട്ടുണ്ട്. ഈ വയർ ഡയറക്റ്റായിട്ട് ഫോണിൻ്റെ ബാഗിൽ കണക്ട് ചെയ്യാൻ പറ്റും. 2 സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിയും. ഇത് ഒരു 5-6 മിനിറ്റ് മിനിമം പിടിക്കാറുണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്യാനുള്ള എളുപ്പമാണ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്ഥലത്ത് വയ്ക്കാൻ പറ്റില്ല. ഈ സംഭവം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കണവരാണ്. ഇതാണെങ്കിൽ ഊരി മാറ്റാൻ പറ്റും ഇതിൻ്റെ ജോയിസ്റ്റിക്ക്. ഇപ്പോൾ താഴെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, താഴെ സെപ്പറേറ്റ് 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. ഹോളിലാണ് ഒരു ജോയിസ്റ്റിക്ക് വെച്ച് പിടിച്ചത്. അതെടുത്തിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കയറ്റാൻ പറ്റും. പാക്ക് ചെയ്യുമ്പോൾ സാധനം ഫ്ലാറ്റ് ആയിട്ട് നമ്മുടെ എന്താണ് ബാഗിലൊക്കെ അത്ര സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കയ്യിൽ ഭയങ്കര ഹാൻഡിയാണ്. കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മിസ്സായി പോയിരുന്നു. ഇച്ചിരി പാക്കറ്റ് ഇതെന്താണെന്ന് നോക്കട്ടെ. നല്ല കിടലം ബ്രാൻഡിങ് ഒക്കെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ND ഫിൽറ്ററുകളാണ്. 3 ND ഫിൽറ്റർ.
ഇത് പറഞ്ഞ ND16, പറഞ്ഞ ND64, പറഞ്ഞ ND256. 256 എന്തിനാണ് യൂസ് ചെയ്യണം എനിക്കറിയില്ല. സൂര്യനിലോട്ടൊക്കെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീനുകളൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അല്ല കട്ട വെളിച്ചത്തിലൊക്കെ ഞങ്ങൾ മിക്കവാറും യൂസ് ചെയ്യാറ് 16 64 ആണ്. അത് രണ്ടും ഇതിനകത്തുണ്ട്. ഡേ ലൈറ്റിലൊക്കെ 64 ആണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അല്ല സിനിമാറ്റിക് ക്വാളിറ്റി ഷോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വേണ്ടി കൂടെ നല്ല ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള നമ്മൾ ആക്ച്വലി ഇതിൻ്റെ വില അതിനേക്കാളും ഒരു $200 എക്സ്ട്രാ കൊടുത്താലാണ് ഈ ഫ്ലൈ മോർ കോംബോ എന്ന് പറഞ്ഞ പാക്കറ്റ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ $400 വർത്ത് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടെ വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചത് $400 ആവും. ഒരുമിച്ച് വേണ്ട $200 ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ DJ Mavic ആയിട്ട് ഫ്ലൈ മോർ കോംബോ പാക്കേജ്. ഓരോ കേസ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തീരാണ്. കൊറോണ ആയതാണ് നമുക്ക് ട്രാവൽ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ട്രാവലൊക്കെ ഇനി പുനരാരംഭിക്കണ വരണേ. ഇപ്പോൾ തൽക്കാലം കുറച്ച് നാൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോണേ. നിങ്ങളെ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കുറേ നല്ല വീഡിയോസുകളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോണിനെ പറത്തിയുള്ള കുറേ കിടക്കുന്ന ഷോട്ടുകളും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും അതിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് പിന്നീട് നമുക്ക് ഒരു വീഡിയോ ഒന്നും കൂടി ചെയ്യാം. ഇതെങ്ങനെയാണ് സാധനം യൂസ് ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് ഷോർട്സ് നമുക്ക് ഇതിന് എടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഞെക്കാം. അപ്പോൾ ഇതുപോലത്തെ കിണ്ണങ്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തിരിച്ചു തരാം. ബൈ. അയ്യോ റിയ, പാല് വാങ്ങിച്ചില്ല. അത് കുഴപ്പമില്ല സഞ്ജു, നാളെ രാവിലെ ഡ്രോൺ തിളപ്പിച്ച് ചായ ഉണ്ടാക്കി തരാം.